starting your next module. This is your module number 1, accounting for sole trading concern അല്ലെങ്കിൽ non-corporate entities. Companies account allathathu. Corporate entities means company type of business, right? Companies. But ഇത് companies അല്ലാത്തതിന്റെ കേസിൽ എങ്ങനെയാ accounting ചെയ്യാം? Accounting in the sense that നിങ്ങളുടെ കയ്യിൽ final accounts എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ചാപ്റ്ററിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ സോ ഹിയർ സി നമുക്കിവിടെ അറിയാം ഫൈനൽ അക്കൗണ്ട്സിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക ട്രേഡിംഗ് അക്കൗണ്ട് പഠിക്കാനുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിക്കാനുണ്ടാവും, റൈറ്റ്? പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് വരയണം. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് കമ്പനിയിൽ വേറെ കുറേ വ്യത്യാസങ്ങളുണ്ട്. കമ്പനീസ് ആക്ട് പ്രകാരമാണ്. അതൊക്കെ നിങ്ങളുടെ നെക്സ്റ്റ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ പഠിക്കും. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ വരയണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ വരയണം, ബാലൻസ് ഷീറ്റ് എങ്ങനെ വരയണം. ഇനി നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാൽ ഇവിടെ നിങ്ങൾ നന്നായിട്ട് ചെയ്യാൻ അറിയുന്നവർക്കും ഒരു ചെറിയൊരു സംഭവം. സി ഇവിടെ ഉണ്ടല്ലോ ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എഴുതേണ്ടത് ബിസിനസിന്റെ റുട്ടീൻ, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ എക്സ്പെൻസുകളും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഇൻകംസും ആണ് നമ്മൾ ഇവിടെ എഴുതുക. ഓക്കെ, എക്സ്പെൻഡിച്ചേഴ്സ് ആൻഡ് റിസീറ്റ് അങ്ങനെ പറയാം. എക്സ്പെൻഡിച്ചേഴ്സ് ആൻഡ് റിസീറ്റ് കിട്ടിയത് അല്ലേ, ആൻഡ് റിസീറ്റ്സ് എങ്ങനെ ഉണ്ടായത്? ബൈ ഡൂയിങ് ദി റെഗുലർ ബിസിനസ് ത്രൂ ഉണ്ടായ നമുക്ക് ചെലവായ എക്സ്പെൻഡിച്ചറുകളും ഇങ്ങോട്ട് കിട്ടിയ റിസീറ്റും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റവന്യൂ. ദാറ്റ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ റിസീറ്റ് ആണ് നമ്മൾ എവിടെ എഴുതുക? ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ബാലൻസ് ഷീറ്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിലും നമ്മൾ എന്ത് തന്നെ കാണിക്കുക? ബാലൻസ് ഷീറ്റിന്റെ ഈ സൈഡിൽ നിങ്ങൾ ലാൻഡ് എന്ന് എഴുതുന്നില്ലേ? അതായത് ലാൻഡ് വാങ്ങിച്ചെന്നല്ല ഇതിന്റെ മീനിങ്, ഇത്ര പൈസന്റെ ലാൻഡ്. ഹിയർ ഓൾസോ വി ആർ റെക്കോർഡിങ് എക്സ്പെൻഡിച്ചറും റിസീറ്റും തന്നെ. ബട്ട് ഇതിന് നമ്മൾ എന്ത് വിളിക്കും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ റിസീറ്റ്. ഞാൻ ഇതിന്റെ ഡീറ്റെയിലിങ്ങിലോട്ടൊന്നും പോകുന്നില്ല, വാട്ട് ഈസ് ക്യാപിറ്റൽ, വാട്ട് ഈസ് റവന്യൂ എന്നൊന്നും. ബിക്കോസ് ലാസ്റ്റ് ഇയർ വരെ ഇത് നിങ്ങൾക്ക് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നിങ്ങളെ സിലബസിനകത്തുണ്ട്. ഈ വർഷം അതില്ല. സോ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ദിസ് ഇസ് ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ക്യാപിറ്റൽ ആൻഡ് ഡേ ടു ഡേ റണ്ണിങ്ങിൽ ഉണ്ടായതാണെങ്കിൽ റവന്യൂ. ഇതാണ് നമ്മുടെ ഒരു ബേസിക്സ്. സോ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റിസീറ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ റിസീറ്റ്. ഇത് ഓർമ്മയുണ്ടല്ലോ? ഇനി ഞാൻ ജസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഒന്ന് പറയാം. അറിയാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും, അവരും ഇത് ഇരുന്നിട്ടൊന്ന് കാണണം. ഓക്കെ, എന്തെങ്കിലും പുതിയ കിട്ടിയാലോ അറിയാത്ത. ട്രേഡിംഗ് അക്കൗണ്ട്. സി ട്രേഡിംഗ് അക്കൗണ്ടില് ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാ പറയുന്നത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയും ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് വരയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ട്രേഡിംഗ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഥലത്തുനിന്ന് വാങ്ങിച്ച് വിൽക്കുക. ബൈയിങ് ആൻഡ് സെല്ലിംഗ്, ട്രേഡിംഗ്. മാനുഫാക്ചറിങ് ഒന്നും നടക്കൂല, സാധനം വാങ്ങിക്കുക, സാധനം വിൽക്കുക, വാങ്ങിക്കുക, വിൽക്കുക. സോ ദിസ് ഇസ് നോൺ ആസ് ട്രേഡിംഗ്. ഇതിനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് വിളിക്കുക. ഇനി ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അറിയോ? ഇങ്ങനെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടക്കുമ്പോൾ അതിനുണ്ടാവുന്ന റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? സോ ട്രേഡിങ്ങിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ് വാട്ട്? നമ്മുടെ സ്വന്തം ട്രേഡിംഗ് അക്കൗണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഭാഗം സെയിൽ കൂടുവാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, സെയിൽ കുറയുവാണെങ്കിൽ ലോസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഞാനിവിടെ പഠിപ്പിക്കാൻ പോവാണ്. ഓക്കെ, സി ഹിയർ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും അല്ലേ? പ്രോഫിറ്റ്. സോ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ 3 മാർക്കിന്
അധികവും ചിലപ്പോൾ ഷോർട്ട് ആൻസർ ടൈപ്പിന് ചോദിക്കാമെങ്കിൽ 2 മാർക്ക് 1 മാർക്കൊക്കെ ഇല്ല, അതിനൊക്കെ ചോദിക്കാം. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മൈനസ് ഇവിടെ വരെ അല്ല, ഈ ഭാഗത്തിന് ഈ ഭാഗം മൈനസ് ചെയ്ത് ഇവിടെ കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഈ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഈ ഭാഗത്ത് എന്തൊക്കെ സാധനം ഉണ്ട്? സെയിൽ മൈനസ് സെയിൽസ് റിട്ടേൺസ്. സ്കിപ്പ് ചെയ്ത് പോണ്ട, സെയിൽ മൈനസ് സെയിൽസ് റിട്ടേൺസ്. ഇതിനെ ഞാൻ ഒറ്റയടിക്ക് വിളിക്കാൻ പോകുന്ന പേരാണ് നെറ്റ് സെയിൽ. വിളിച്ചൂടെ? വിളിക്കാമല്ലോ. ഇതിനൊക്കെ കുറച്ച് താഴെ എഴുതുവാണേ. നെറ്റ് സെയിൽ. നെറ്റ് സെയിലിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഈ ഭാഗത്ത് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. എന്നിട്ടോ അതിൽ നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഈ ഭാഗത്തുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ നമ്മളെ പർച്ചേസ്, പിന്നെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത്രയും കാര്യങ്ങൾ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. ഇനി സി, ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഞാൻ ഒന്നും കൂടെ എഴുതാൻ പോവാണ്. ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ദിസ് സൈഡ്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പിന്നെ രണ്ടുണ്ടാവും പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതാണ് CGS. CGS എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ ഉണ്ടാകുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലിയർ? അപ്പൊ എനിക്ക് ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഇവിടെ അല്ലേ? So here it will come net sale minus cost of goods sold. Okay, so ഈ equation നോട്ട് ചെയ്യുക, അധികവും ചോദിക്കാം. ഇനി അതേപോലെ പർച്ചേസ് ആണെങ്കിലും പർച്ചേസ് റിട്ടേൺസ് മൈനസ് ചെയ്യണം. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ബോർഡിനകത്ത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു ഫോമാറ്റ് കാണാൻ പറ്റുന്നുണ്ട് ഉണ്ടല്ലോ. ഓക്കെ, ലെറ്റ്സ് റീഡ് ഇറ്റ്. ഇപ്പുറത്തെ സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, റിട്ടേൺസ് ലെസ് ചെയ്യണം, നെറ്റ് പർച്ചേസ് ടു വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസിന്റെ കുറേ സംഭവങ്ങൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ വായിക്കാം. അതിൽ ഇൻവേർഡ് ആണ്, കാരേജ് ഇൻവേർഡ് അല്ലെ കാർട്ടേജ് ഇൻവേർഡ് എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് ആയിട്ട്, ഔട്ട്വേർഡ് എന്ന് പറയുന്നതാണ് ഇൻഡയറക്റ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇൻവേർഡ്. എന്തുകൊണ്ടാ ഇൻവേർഡ് എപ്പോഴും ഡയറക്റ്റിൽ എഴുതുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സി, ഇൻവേർഡ്. ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേർഡ് ഇങ്ങോട്ടേക്ക് വന്ന്, എങ്ങോട്ടേക്ക് വന്ന്? നമ്മളെ ബിസിനസ്സിൽ വന്നു അല്ലേ. സോ സ്വതവേ നമ്മൾ പർച്ചേസ് റിലേറ്റഡ് തിങ്സ് റൈറ്റ്, ഇൻവേർഡ് ഇങ്ങോട്ട് വന്ന്, എന്തോ വാങ്ങിച്ചപ്പോൾ ഇങ്ങോട്ട് വന്ന്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിന് ട്രേഡിങ്, പർച്ചേസ്, ബൈയിങ് അല്ലെ, ബൈയിങ് ആൻഡ് സെല്ലിങ് അല്ലേ ട്രേഡ്. സോ ബൈയിങ്. സോ അതുകൊണ്ടാണ് ഈ പർച്ചേസ് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഇതിന് ഡയറക്റ്റ് ആവുന്നത്. ഇത് ഇൻവേർഡ്. ഇനി ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ നോക്കിയട്ടെ, ഔട്ട്വേർഡ് പുറത്തേക്ക് പോയി. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ സെല്ലിങ് റിലേറ്റഡ് ആണ് അല്ലേ. ഈ എക്സ്പെൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? സെല്ലിങ് എക്സ്പെൻസസിലാണ് വരിക അല്ലേ, സെല്ലിങ് എക്സ്പെൻസസ്. സോ ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റിലാണ് ആഡ് ചെയ്യുക, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഡയറക്റ്റ് അല്ല, ഇതിൽ ഡയറക്റ്റ് അല്ല. സോ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിലാണ് ട്രീറ്റ് ചെയ്യുക. സോ അതുകൊണ്ടാണ് ഈ ഔട്ട്വേർഡ് എന്നുള്ളതൊക്കെ എപ്പോഴും നമ്മൾ ഇൻഡയറക്റ്റ്ലി കാണിക്കുന്നത്. ഓക്കെ, പർച്ചേസ് റിലേറ്റഡ്, സെല്ലിങ് എക്സ്പെൻസസ്. ഓക്കെ ഓക്കെ, നൗ അവിടെ കാണാം ബാക്കിയുള്ള ഐറ്റം: ഫ്രൈറ്റ്, ഒക്ട്രോയിഡ്, ഡോക്ക് ഡ്യൂസ്, എക്സൈസ് ഡ്യൂട്ടി, റോയൽറ്റി, മോട്ടീവ് പവർ, കോൾ, ഗ്യാസ്, വാട്ടർ, ഫാക്ടറി എക്സ്പെൻസ് എക്സെട്ര. അപ്പുറത്തെ സൈഡിൽ ബൈ സെയിൽസ് ലെസ് റിട്ടേൺസ്, ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ബൈ ഗ്രോസ് ലോസ് ആണെങ്കിൽ ഇപ്പുറത്ത്, ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇപ്പുറത്ത്. ക്ലിയർ ആണല്ലോ? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പോകുന്നില്ല. സോ സ്വതവേ നിങ്ങൾക്ക് ചോദിക്കാം, റോയൽറ്റി ചോദിക്കും, കൺഫ്യൂസ്ഡ് ആരുടെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. ഒക്ട്രോയ് ചോദിക്കും, ഫ്രൈറ്റ് ചോദിക്കും, കോള്, വാട്ടർ, അങ്ങനെയുള്ള സംഭവങ്ങൾ ചോദിക്കും. സോ ഇതൊക്കെ ഫാക്ടറിന്ന് കാണുന്ന എന്തും ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. ഓക്കെ, ഫാക്ടറി ലൈറ്റിംഗ്, ഫാക്ടറി വേജ്, ഫാക്ടറി എക്സ്പെൻസ്, അങ്ങനെ വരുന്ന ഫാക്ടറി റിലേറ്റഡ് തിങ്സും ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എഴുതുന്ന സ്ഥലങ്ങളിൽ എഴുതണം. സോ ഐ തിങ്ക് നൗ ഇറ്റ്സ് ക്ലിയർ ഫോർ യു. Question is there on the board. Question കാണുന്നുണ്ടല്ലോ. ഫ്രം ദ ഫോളോയിങ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പർച്ചേസ് ഞാൻ ഇത് ചെയ്യില്ല, ആൻസർ ഞാനിപ്പോൾ പറയും, നിങ്ങൾ നോട്ട് ചെയ്ത്. പർച്ചേസ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ട്രേഡിംഗിലെ ഡെബിറ്റ്, വേജ്,
ഡെബിറ്റ് റിട്ടേൺ ഔട്ട്വേർഡ് പുറത്തേക്ക് പോയി. പർച്ചേസ് ചെയ്ത സാധനം അല്ലടാ, തിരിച്ച് പുറത്തേക്ക് അയക്കാൻ പറ്റും. സോ ഇറ്റ് ഇസ് പർച്ചേസ് റിട്ടേൺ ഔട്ട്വേർഡ്. ക്യാരേജ് ഇൻവേർഡ് ഡയറക്റ്റ്, റിട്ടേൺ ഇൻവേർഡ് സെയിൽസ് ആണ്, സെയിൽസ് റിട്ടേൺസ്. ഫ്യൂവൽ, ഗ്യാസ് ആൻഡ് വാട്ടർ ഡിറക്റ്റ് എക്സ്പെൻസ്, സെയിൽസ് നിങ്ങൾക്ക് അറിയാം, ക്രെഡിറ്റിൽ എഴുതണം. ഓപ്പണിംഗ് സ്റ്റോക്കും അറിയാം, ക്ലോസിംഗ് സ്റ്റോക്കും അറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ്. ചെയ്യുക, ആൻസർ കിട്ടും. ആൻസർ ഇപ്പോൾ ബോർഡിൽ കാണാം. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് 1,97,500. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ബോർഡിൽ കാണാം. നിങ്ങൾ നോട്ടിൽ ഇതൊക്കെ ഇല്ലെങ്കിൽ എഴുതി വെക്കണേ മക്കളെ. യാ സി there. കണ്ടല്ലോ, calculation of closing stock. From the following information, find the value of closing stock and cost of goods sold. Cost of goods sold കണ്ടുപിടിക്കണം. Opening stock, purchase, sales 2 lakh and percentage of gross profit വെറുതെ 20% തന്നതെങ്കിൽ assume that it is 20% on sale. Very important point. Question paper കണ്ട വെറുതെ ഡൗട്ട് അടിച്ചിരിക്കാൻ പാടില്ല. ജസ്റ്റ് 20% കണ്ട 20% on profit എന്ന് എഴുതുക. എന്നിട്ട് നോട്ടിൽ ഇങ്ങനെ കൊടുക്കുക. എന്താ പറയാ, assuming that we assumed that എന്താ പറയാ, we assumed that gross profit is 20% on sale. We assume that gross profit is 20% on sale. ഒന്നും പറയുന്നില്ലെങ്കിൽ സെയിലിന്റെ 20% ആണ് നിങ്ങൾ അങ്ങോട്ട് വിചാരിക്കാം. സോ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരയണം. ഇങ്ങനെ വരയുന്ന സമയത്ത് ഈ ട്രേഡിംഗ് അക്കൗണ്ടിന് മുമ്പേ എന്ത് ചേർക്കണം നമ്മൾ കുറെ പ്രാവശ്യം ചെയ്തതാണ്. മെമ്മറണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതണം. സിംഗിൾ എൻട്രിയിൽ നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ ഒരു സംഭവം അവിടെ വരക്കാം, എല്ലാം എഴുതുക. എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡിൽ കാണുന്ന സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലേ? യാ സി കണ്ടല്ലോ, ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി ദി ബാലൻസിങ് ഫിഗർ. അതും കോപ്പി ചെയ്യാം. ഇനി ഒരെണ്ണം കൂടി ചോദിച്ചിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഒരു പുതിയ പോയിന്റിൽ വരും, ശ്രദ്ധിച്ചോ. ഞാൻ നേരത്തെ ഇപ്പൊ പഠിച്ച ഇക്വേഷൻ ഈ ഭാഗമെല്ലാം ആഡ് ചെയ്യാം. പർച്ചേസ് എന്ന് പറയുമ്പോൾ എന്ത് ലെസ് ചെയ്യണം? പർച്ചേസ് റിട്ടേൺസ് ലെസ് ചെയ്യണം. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. സി ഇതല്ല നിങ്ങളുടെ CGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇക്വേഷൻ. നിങ്ങൾ ഇതിപ്പോൾ ചെയ്താലേ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, വേജ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ആൻസർ കിട്ടും 1,60,000. വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്, അത് ഇവിടെ എഴുതിക്കോ. ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽ. ഈ ക്വസ്റ്റ്യനിലെ നെറ്റ് സെയിൽ എത്രയാ? 2 lakh മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. സി മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. വെറുതെ ഇത് മാത്രമാണെങ്കിൽ ഇൻറ്റു 20% എന്ന് എഴുതാം. ആൻഡ് യുവർ ആൻസർ വിൽ ബി 1,60,000. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം. ചില ക്വസ്റ്റ്യനിൽ ഈ ഐറ്റംസ് ആയിരിക്കും ഉണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. ചില പ്രോബ്ലത്തിൽ ഇത് റിലേറ്റഡ്, രണ്ടാമത്തെ ഇക്വേഷൻ റിലേറ്റഡ് ഐറ്റം ആണെങ്കിൽ you can follow this method. Clear alle makkale? Okay, now you can see the solution there on the board. Yeah, okay. Now again I am repeating the same thing which we already studied in your single entry. Gross profit 20% on sale nanengi sale inde 20%. Ini 20% on cost അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നൊക്കെ തരും. അങ്ങനെയാവുമ്പോൾ സെയിലാണ് ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ സെയിലിന്റെ മേലെയാണ്. ഇപ്പൊ ഇതേ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഇതേ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ബോർഡിൽ പിന്നെയും നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ കാണാം. പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഇങ്ങനെ 20% ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ എന്നൊക്കെയാണ് കണ്ടതെങ്കിൽ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കോസ്റ്റ് ഓഫ് സെയിലെല്ലാം തമ്മിൽ അത്യാവശ്യം ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ അടുത്ത പ്രാവശ്യത്തെ നിങ്ങളുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കും. ബട്ട് ഇപ്പം ഞാൻ ഫോർ എ ടൈം ബീങ് നമുക്കിത് രണ്ടും ഒന്നെന്ന് പറയുന്നത് ഞാൻ, ബട്ട് ഇതിനൊരു വ്യത്യാസമുണ്ട്. ഓക്കെ ഓക്കെ സി 20% ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണെങ്കിൽ നമ്മൾ ഇതിന് എന്തിൻ്റെ പെർസെൻറ്റേജ് ആക്കണം? സെയിലിൻ്റെ പെർസെൻറ്റേജ്. എങ്ങനെയാക്കും? 20/100 മൈനസ്
20. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. നേരെ തിരിച്ചിട്ട് കോസ്റ്റിന്റെ പെർസെൻറ്റേജ് സെയിലിന്റെ പെർസെൻറ്റേജ് ആക്കാൻ ഇത്. ഇനി സെയിലിന്റെ പെർസെൻറ്റേജ് കോസ്റ്റിന്റെ പെർസെൻറ്റേജ് ആക്കാൻ 20/100 + 20. ഇത് എപ്പോഴും ഓർമ്മിക്കുക. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ആവശ്യം വരും. ക്ലിയർ ആണല്ലോ? ഇനി ഒരു കാര്യം അവിടെ പറഞ്ഞു, ക്ലോസിംഗ് എൻട്രീസ് എന്ന് കാണാം ബുക്കിനകത്ത്. നത്തിങ്. സി now you can see again the trading account on the board. trading account കാണുന്നുണ്ടല്ലോടാ. സി ഇവിടെ നമ്മൾ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സംശയമില്ലല്ലോ അല്ലേ? നമ്മൾ ട്രയൽ ബാലൻസ് വെച്ചിട്ട്, ട്രയൽ ബാലൻസിന്റെ ഫോമാറ്റ് ഒക്കെ അറിയാലോ. ഡെബിറ്റ് ഉണ്ടാവും, ക്രെഡിറ്റ് ഉണ്ടാവും, നമ്മുടെ എല്ലാ ഐറ്റംസും ഉണ്ടാവും അല്ലേ. എന്നിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആവണം അല്ലെ. എങ്ങനെയല്ലേ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസ് നിന്നാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോവുക? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോവാം. സോ ഇതിൽ നിന്നാണ് ഇതെടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതെവിടുന്നാ വന്നതെന്ന് നമുക്കറിയാം. നമ്മൾ ലെഡ്ജറിന്റെ ബാലൻസ് നോക്കിയിട്ടാണ് അല്ലെ, ലെഡ്ജറിന്റെ ബാലൻസ് നോക്കിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ലെഡ്ജറിന്റെ ബാലൻസ് നോക്കിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഈ ഐറ്റംസ്, ബാലൻസ് ഉള്ള ഐറ്റംസ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ ഇട്ടിട്ട് അങ്ങോട്ട് തീർക്കുകയാണ്. അത് ആ ഇയറിലെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാണ് അല്ലേ. സോ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ ഭാഗത്ത് വരുന്നതിന്റെ എൻട്രി എന്താണ് വരിക? നോക്ക്, ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇവിടെ ടു പർച്ചേസ്. സോ അപ്പോൾ എൻട്രി എന്താ? ട്രേഡിംഗ് അക്കൗണ്ട് എറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ടു പർച്ചേസ്, പിന്നെ ടു ഡയറക്റ്റ് എക്സ്പെൻസ്, അങ്ങനെയല്ലേ വരിക. സോ ക്ലോസിംഗ് എൻട്രി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിൽ നിന്നുള്ളതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് അല്ലേ. അതല്ലേ നമ്മൾ പ്രോസസ്. സോ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ബോർഡിൽ ക്ലോസിംഗ് എൻട്രീസ് കാണാം. ഡെബിറ്റ് സൈഡിന്റെ ക്ലോസിംഗ് എൻട്രി ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാം. അതിൻ്റെ തൊട്ട താഴെ നിങ്ങൾക്ക് ക്രെഡിറ്റ് സൈഡിന്റെ ക്ലോസിംഗ് എൻട്രീസ് കാണാം. പിന്നെ വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അതിന്റെ എൻട്രി, ഗ്രോസ് ലോസ് ആണെങ്കിൽ അതിന്റെ എൻട്രി. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് നടക്കുക. എല്ലാവർക്കും പ്രിപ്പറേഷൻ ഒക്കെ അറിയാം. ബട്ട് ഇതാണ് നിങ്ങൾ പ്രാക്ടിക്കലി എന്താണ് നടന്നത്. ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ ഇവിടത്തേക്ക് കൊണ്ടുവന്നു അല്ലേ. സോ അതിൽ ഡെബിറ്റ് ഉള്ളത് നമ്മൾ ക്രെഡിറ്റിലേക്ക് ഇടുന്നു, ക്രെഡിറ്റ് ഉള്ളത് ഡെബിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ ഈ സാധനം എന്ത് ചെയ്യാണ്? അങ്ങോട്ട് ക്ലോസ് ചെയ്യാണ്. സോ ദിസ് ഇസ് യുവർ ട്രേഡിംഗ് അക്കൗണ്ട്. അങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടായത്. ഓക്കെ, എനിവേ നൗ ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നൗ അഗെയിൻ നെക്സ്റ്റ് ടോപ്പിക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെയിം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ രണ്ടും ഒരുമിച്ചാ വരെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ മഷി ഇതാ തീരാൻ പോകുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എപ്പോഴും ഫുള്ളായിട്ട് എഴുതണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവിടെ പറയാൻ വിട്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ എഴുതുക. ഓക്കെ, ഫോർ ദ ഇയർ എൻഡഡ്. ഫസ്റ്റ് ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അവിടെ, ഗ്രോസ് ലോസ് ആണെങ്കിൽ ഇവിടെ. അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. എല്ലാത്തരം എക്സ്പെൻസുകളും ഇവിടെ എഴുതും, എല്ലാത്തരം ഇൻകംസും ഇവിടെ എഴുതും. ഏത് ഇൻകവും എക്സ്പെൻഡിച്ചറും റവന്യൂ. റവന്യൂ മീൻസ് നമ്മുടെ ഡേ ടു ഡേ ബിസിനസ് ചെയ്തിട്ടുണ്ടാവുന്ന ഐറ്റം, എക്സ്പെൻസ് ഓർ ഇൻകംസ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ ഡയറക്റ്റ് ഒക്കെ ഓൾറെഡി ട്രേഡിങ്ങിൽ എഴുതി. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബോർഡിൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഫോമാറ്റിൽ ഒരുപാട് എക്സ്പെൻസ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, കുറേ ഇൻകംസ് അപ്പുറത്തെ സൈഡിൽ കാണാം. സോ റെന്റ് ഇവിടെ 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 വെറുതെ റെന്റ് തന്ന അർത്ഥം എക്സ്പെൻസ് ആണ്, റെന്റ് പെയ്ഡ് ആണ്. റെന്റ് റിസീവ്ഡ് ആണെങ്കിൽ ഇവിടെ റെന്റ് റിസീവ്ഡ് എന്ന് പറയും. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ എഴുതണം? വെറുതെ റെന്റ് തന്നാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്. പിന്നെ ഡിസ്കൗണ്ട് അലോ ചെയ്താൽ നമുക്ക് എക്സ്പെൻസ് ആണ്. നമ്മൾ ആർക്കെങ്കിലും ഡിസ്കൗണ്ട് കൊടുത്താൽ നമ്മൾ ക്യാഷ് അല്ലേ, എക്സ്പെൻസ് അല്ലേ. സോ ഹിയർ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇവിടെ, അത് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾ കോമൺ ആയിട്ട് എന്താണ് ഡൗട്ട് വരുത്ത്? ഓക്കെ, പുതിയൊരു ഐറ്റം അല്ല, നിങ്ങൾക്ക് വലിയ പരിചയം ഉണ്ടാവില്ല. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ്.
പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ് ഇവിടെയാണ്, ലോസ് ആണെങ്കിൽ ഇവിടെ. ഓക്കെ, പ്രോഫിറ്റ് ഓൺ സെയിൽ, ഒരു അസെറ്റ് വിറ്റ് ലാഭമാണെങ്കിൽ ഇവിടെ എഴുതണം, നഷ്ടമാണെങ്കിൽ ഇവിടെ കാണിക്കണം. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അഗെയിൻ യു ക്യാൻ സീ അതിൻ്റെ നെക്സ്റ്റ് പേജ് കാണാം. എന്തിൻ്റെ, നമ്മുടെ P&L അക്കൗണ്ടിൻ്റെ നെക്സ്റ്റ് പേജിലും ഒരുപാട് എക്സ്പെൻസസിൻ്റെ പേരുകൾ ഇങ്ങനെ കാണാം. ക്ലിയർ ആണല്ലോ? അതിൽ ഏറ്റവും ലാസ്റ്റ് വൺ വെയർ ഹൗസ് എക്സ്പെൻസ് ഇല്ലേ? വെയർ ഹൗസ് എക്സ്പെൻസ് കണ്ടാൽ വെയർ ഹൗസ് ഫാക്ടറി അല്ലേ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും. വെയർ ഹൗസ് ഫിനിഷായ വിൽക്കാൻ വെച്ച ഗുഡ്സ് സ്റ്റോർ ചെയ്യാനുള്ളതാണ് വെയർ ഹൗസ് എന്നും. ഗോഡൗൺ ആണെങ്കിൽ നമുക്കത് എവിടെ എടുക്കാം? നമ്മുടെ ഫാക്ടറിയിൽ എടുക്കാമെന്ന് ഐ തിങ്ക് സോ. എനിവേ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, സി കണ്ടല്ലോ. സോ ഈ ഫോമാറ്റ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ അത് എഴുതണം. ഓക്കെ, സി ഇനി അതേപോലെ തന്നെ അടുത്ത ഐറ്റം വേജ്. വേജ് നിങ്ങൾക്ക് അറിയാം, ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതണം. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതണം. ഇങ്ങനെയാ തന്നെയെങ്കിലോ വേജസ് ആൻഡ് സാലറീസ് നോട്ട് ചെയ്ത് വെച്ചോ, P&L അക്കൗണ്ടിൽ എഴുതണം. P&L അക്കൗണ്ടിൽ എഴുതണം. ഇനി സാലറീസ് ആൻഡ് വേജസ് ആണെങ്കിലും P&L അക്കൗണ്ടിൽ തന്നെ കാണിക്കണം. വേജസ് ആൻഡ് സാലറി, സാലറി ആൻഡ് വേജസ് സെപ്പറേറ്റ് ആണെങ്കിൽ വേജ് ട്രേഡിങ്ങിലും അങ്ങനെ തന്നെ. ഓക്കെ, ഇത് വേജ് ആദ്യം വന്നാൽ ട്രേഡിങ്ങിൽ എടുക്കണം എന്നൊക്കെ ചില ഓതേഴ്സിന്റെ ബുക്കിൽ കാണാം. നിങ്ങളത് നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് എഴുതിക്കോളൂ. ബട്ട് ആസ് പെർ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് ഇസ് ഷോൺ ഇൻ P&L അക്കൗണ്ട്. ബട്ട് വേജസ് ആൻഡ് സാലറി ഇവിടെ താഴെ നോട്ട് കൊടുക്കുക. ഞാൻ ഇതിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. പൊട്ടത്തരത്തിന് നോട്ട് എഴുതി വെക്കാൻ പാടില്ല. ബട്ട് ഇതിലൊരു ജെനുവിനിറ്റി ഉണ്ടല്ലോ. വേജ് ആദ്യം വന്നുകൊണ്ട് ഞാൻ ട്രേഡിങ്ങിൽ എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് നോട്ട് കൊടുത്താൽ നോ ഇഷ്യൂസ്. ബട്ട് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് ഇസ് ഷോൺ ഇൻ P&L അക്കൗണ്ട്. പിന്നെ ക്യാരേജ് ഇൻവേർഡ്, ക്യാരേജ് ഔട്ട്വേർഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞു. ഡയറക്റ്റ് എക്സ്പെൻസിന്റെ പേര് പഠിച്ചു വെക്കലാണ് ഇത് രണ്ടും തമ്മിൽ ബൈഫർക്കേറ്റ് ചെയ്യാനുള്ള എളുപ്പവഴി. ദെൻ ഇൻഷുറൻസ്, ഇൻകം ടാക്സ്. ഓക്കെ, യാ സി ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് ഡ്രോയിങ്സ് റിലേറ്റഡ് ആണ്. ഡ്രോയിങ്സ് റിലേറ്റഡ് ആണ്. വെയിറ്റ് ഓക്കെ, വെയിറ്റ്. ഇനി പറയാനുള്ളത് എനിക്ക് ഡ്രോയിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. ഞാൻ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഇപ്പം ഞാൻ എടുക്കും. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഞാൻ കുറച്ച് ചെറുത് വീഡിയോ ആക്കിയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ ആ ടൈമിൽ ഞാൻ ആ ഒരു ഐറ്റംസ് ഡ്രോയിങ്സിൻ്റെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനകത്ത് ഇപ്പം ഞാൻ സ്കിപ്പ് ചെയ്ത സാധനം ഉണ്ടാവും. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്ന പിള്ളേരുള്ളത് കൊണ്ടാണ് ആ ഒരു പോയിന്റ് അവിടെ പറഞ്ഞത്. ബിക്കോസ് ടെക്സ്റ്റ് ബുക്കിൽ ഓർഡറിൽ നെക്സ്റ്റ് ഐറ്റം ഡ്രോയിങ്സ് ആണ് കാണിക്കുന്നത്. ഡ്രോയിങ്സ് ഞാൻ എടുത്ത് തരും. ഓക്കെ, നൗ അത് കഴിഞ്ഞ് അതേപോലെ തന്നെയാണ് സെയിം ക്ലോസിംഗ് എൻട്രി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ലെഡ്ജറിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ P&L ട്രേഡിംഗ് അക്കൗണ്ട് ഇസ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ജസ്റ്റ് നമുക്ക് ഒരു ആക്യുറസി മനസ്സിലാക്കാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ. ബട്ട് ലെഡ്ജറിന്റെ ബാലൻസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതിലോട്ട് ഇടുന്നത്? P&L അക്കൗണ്ട്. സെയിം ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞ പോലെ P&L അക്കൗണ്ടിന്റെ ഈ ക്ലോസിംഗ് എൻട്രീസ് നിങ്ങൾക്ക് എന്ത് കാണാം? ബോർഡിനകത്ത് കാണാം. അതും എക്സാമിന് യാതൊരുവിധ ഉപയോഗവും ഇല്ല. ഓക്കെ ആണല്ലോ. Now moving on to our balance sheet. Okay, see. Financial position മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സാധനം ഇല്ലടാ. ബാലൻസ് ഷീറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് prepared to know the financial position of the business. Okay, അടുത്ത പ്രാവശ്യം കമ്പനി അക്കൗണ്ടിൽ ഒരു വൻ ഫോമാറ്റ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ഈസിയാണ്. ഓക്കെ, ഒരുപാട് നോട്ട്സ്, ഷെഡ്യൂൾസ്. ഓക്കെ, എനിവേ പഠിപ്പിക്കുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ ഓക്കെ സി ബാലൻസ് ഷീറ്റ് ഞാൻ അധികം എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കുന്നില്ല. അസറ്റ് ഇവിടെയാണെന്ന് അറിയാം, ലാബിലിറ്റി ഇവിടെയാണെന്ന് അറിയാം. ഓക്കെ, സോ അത് നിങ്ങൾ എഴുതാം. ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ് നിങ്ങൾക്കിപ്പം ബോർഡിൽ കാണാം. ഓക്കെ, അതിൽ നിങ്ങൾ കറണ്ട് അസറ്റ് ആദ്യം എഴുതി പിന്നെ ഫിക്സഡ് അസറ്റ് എഴുതുന്ന ഫോമാറ്റിലാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. നിങ്ങളിപ്പോൾ ബോർഡിൽ കാണുന്ന ഫോമാറ്റ് നോക്കിയേ. ആദ്യം കറണ്ട് അസറ്റ് അല്ലേ ഉള്ള,
കറണ്ട് അസറ്റ്, പിന്നെയോ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ ഫിക്സഡ് അസറ്റ്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ കറണ്ട് ലാബിലിറ്റി, പിന്നെ ലോങ് ടേം ലാബിലിറ്റി. ഇങ്ങനെ എഴുതുന്ന ഇതിനാണ് പറയാം ഓൺ ദ ബേസിസ് ഓഫ് ലിക്വിഡിറ്റിന്റെ ബേസിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്യാഷ് ആക്കിയിട്ട് മാറ്റാൻ പറ്റിയ അസറ്റ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നു അല്ലേ. ലാബിലിറ്റിന്റെ സൈഡിലാണ് പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള ലാബിലിറ്റി ഫസ്റ്റ് കാണിച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ മാർഷലിംഗ് എന്ന് വിളിക്കുക കേട്ടോ. അതിന്റെ ടെക്നിക്കൽ ടേം ആണ് മാർഷലിംഗ്. എൻ്റെ അമ്മ രണ്ടെല്ലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഒന്ന് നോക്കിക്കാളെ. മാർഷലിംഗ്. ഓക്കെ, മാർഷലിംഗ്. ഓർഡർ, ഏത് ഓർഡറിലാണോ ബാലൻസ് ഷീറ്റ് എഴുതിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഞാൻ കാണിച്ചത് ലിക്വിഡിറ്റിന്റെ ഓർഡറിലാണ്. രണ്ടാമത്തെ ഒരു ഓർഡർ അവിടെ കാണാം, അതിന് ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് കാണാം. ഓക്കെ, ഏറ്റവും കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, അതായത് ഫിക്സഡ് ഐറ്റംസ് ആദ്യം, പിന്നെ കറണ്ട് അസറ്റ്, നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ കാണിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റിനും. ഓക്കെ, അതാണ് അടുത്ത മാർഷലിംഗ് എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ആയിക്കോട്ടെ, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിക്കോട്ടെ, ഫൈനാൻഷ്യൽ അസറ്റ്. ഫൈനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യില്ലേ, ഇൻവെസ്റ്റ്മെന്റ്. സോ അതിനെയാണ് ഫൈനാൻഷ്യൽ അസറ്റ് എന്ന് വിളിക്കുക. സോ ഫൈനാൻഷ്യൽ അസറ്റ് ആയിക്കോട്ടെ, ടാഞ്ചിബിൾ അസറ്റ് ആയിക്കോട്ടെ, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിക്കോട്ടെ. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ, കാണാൻ പറ്റാത്തത് അല്ല, വിച്ച് കൻ നോട്ട് ബി സീൻ. പിന്നെ കറണ്ട് അസറ്റ് ആയിക്കോട്ടെ, ക്യാഷ്, ബാങ്ക്, ബിൽസ് പേബിൾസ്, റിസീവബിൾ, ഡെറ്റർ, അങ്ങനെയുള്ള ആയിക്കോട്ടെ. ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്. ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇവിടെ നോക്കിക്കോളെ. ഫിക്ടീഷ്യസ് അസറ്റ്, TITIOUS അല്ലെ, ഫിക്ടീഷ്യസ്. ഓക്കെ, ഫിക്ടീഷ്യസ് അസറ്റ്. ഈ ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു അസറ്റേ അല്ല. ഇറ്റ് ഇസ് നോട്ട് ആൻ അസറ്റ്, ഇറ്റ് ഇസ് നോട്ട് എ റിയൽ അസറ്റ്. ഇതൊരു റിയൽ അസറ്റേ അല്ല. Okay, they are not represented by any tangible position. They appear on the asset side of the balance sheet simply because the debit balance is in particular account is not yet written off. Okay, see ഇവിടെ നോക്ക്, ഇത് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം, ഈ പറയുന്ന ഐറ്റം ഒക്കെ നമ്മുടെ കമ്പനി റിലേറ്റഡ് തിങ്സ് ആണ്. സോ ഇവിടെ അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഞാൻ കുറച്ച് സാധനങ്ങളുടെ പേര് ഇവിടെ എഴുതും. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഇഷ്യൂ ഓഫ് ഷെയർ, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റം. പ്രിലിമിനറി എക്സ്പെൻസസ്. ഓക്കെ, റൈറ്റ് ഓഫ് ചെയ്യാണ്ട് ബാക്കിയുള്ളത്, ഇതൊക്കെ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കമ്പനി സ്റ്റാർട്ടിങ്ങിന് മുന്നേ ചെലവായ സാധനങ്ങളുടെയാണ് പ്രിലിമിനറി ചെലവായ എക്സ്പെൻസുകളെ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയും അല്ലേ. കമ്പനി ഫോം ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായത് പ്രിലിമിനറി എക്സ്പെൻസ്. സോ ഇതിൽ നമ്മൾ ഈ സാധനം പ്രിലിമിനറി എക്സ്പെൻസ് കുറച്ചായിട്ട് പ്രോഫിറ്റ് നിന്ന് റൈറ്റ് ഓഫ് ചെയ്യുക. P&L അക്കൗണ്ടിൽ ഈ ഭാഗത്ത് ടു പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട്, ഫോർ എക്സാമ്പിൾ ടോട്ടൽ 50,000 പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 500 ഒരു വർഷം റൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ ഇപ്പം ബാക്കി എത്രയുണ്ട്, ഇതിൽ നിന്ന് 500 മൈനസ് ചെയ്ത് 49,500. ഇതിനെ നമ്മൾ എവിടെ കാണിക്കും, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ്. ബാക്കിയുള്ള റൈറ്റ് ഓഫ് ചെയ്യാണ്ട് ബാക്കിയുള്ള പ്രിലിമിനറി എക്സ്പെൻസുകൾ, ബാക്കിയുള്ള ഡിസ്കൗണ്ട്, ബാക്കിയുള്ള അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എല്ലാം അസറ്റ് സൈഡിൽ കാണിക്കും. ഒട്ടും പേടിക്കേണ്ട, നല്ല വിശദമായിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷം ഇതൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കാനുണ്ട്. എനിവേ ഇപ്പോൾ ഓർമ്മിച്ച് വെച്ചാൽ മതി, റൈറ്റ് ഓഫ് ചെയ്യാണ്ട് ബാക്കിയുള്ള ഫിക്ടീഷ്യസ് അസറ്റുകളൊക്കെ നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കും. നിങ്ങൾക്ക് സ്വതവേ ഈ ഒരു ഐറ്റം മാത്രമായിരിക്കും എക്സാമിന് വരാൻ സാധ്യത. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് മാത്രം P&L അക്കൗണ്ട് കാണിക്കുന്ന, ബാക്കിയുള്ള റൈറ്റ് ഓഫ് ചെയ്യാൻ ബാക്കിയുള്ള സംഭവം ഇവിടെ. ഇതൊക്കെ ഞാൻ അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നുകൂടെ പറയും. പിന്നെയോ മൈൻസ്, കൊറീസ് പോലെയുള്ള അസറ്റ്സും ഇവിടെ കാണിക്കും, കണ്ടിജന്റ് അസറ്റ്സ് കാണിക്കും. എനിവേ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, അപ്പോൾ അത് ഓർമ്മിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട സംഭവം അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ്, പിന്നെന്തൊക്കെയാ നമ്മുടെ അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് പറഞ്ഞു, അക്രൂഡ് ഇൻകം, പിന്നെ ഡ്രോയിങ്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്, പിന്നെ എന്താ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇനി ഞാൻ പഠിപ്പിച്ചു തരാനുണ്ട്. അതാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ഡ്രോയിങ്സ്. സോ
ഇനി വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ്. അത് ഞാൻ ചെറുത് വീഡിയോ ആക്കിയിട്ട് ഇടും. സോ ഇത് ഒന്ന് കേൾക്കുക, ജസ്റ്റ് ഒരു പരിചയം പുതുക്കൽ മാത്രം.